ഉണ്ട്. അല്ല ഇത്രയും ഡീസന്റ് അല്ല ഇവൻ ഈ പൂക്കി എനിക്ക് 20 വയസ്സേ ഉള്ളൂ. ജോബ് പോണോടത്ത് കൊറേ ഞാൻ കേട്ടോ എവിടെയായിരുന്നു? ആഫ്റ്റർ എ ലോങ് ടൈം ഗൈസ് ഞങ്ങൾ ബാക്ക്. ഞാൻ ബാക്ക്. എന്റെ ചേട്ടനെ കണ്ടിട്ട് ഒത്തിരി നാളായി ഞാൻ. അപ്പോൾ ഇത് മറ്റേ ഡ്രസ്സല്ലേ? നമ്മൾ സെയിം ഡ്രസ്സാണല്ലോ ഏകദേശം. സെയിം ബട്ട് ഡിഫറെന്റ്. ഓക്കെ മറ്റേ സ്പാട്ട്. ഹലോ നമസ്കാരം. നമ്മൾ 2 മാസം എത്ര മാസം കണ്ടിട്ടുണ്ടാവുക? 1 മാസം അല്ലേ? 1.5 മാസം ഞങ്ങൾ കണ്ടിട്ട്. എനിക്ക് നല്ല എന്താ കൊണ്ടുവന്ന് ഓടി വന്നതാ. അതെ ഓടി വന്നതാ. ചേട്ടൻ പോയ ഗ്യാപ്പിൽ ഓടി വന്നു. അതെനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇവരോട് പറഞ്ഞു ഞാൻ വരും, നീ പോവരുത്, ഞാൻ മിക്കവാറും. പക്ഷെ ഇവിടെ എന്നോട് പറഞ്ഞില്ല. ഞാൻ മിക്കവാറും ഇന്ന് വരുമെന്ന് പറഞ്ഞു. മിക്കവാറും നീ എപ്പോ വരും പറഞ്ഞു? ഞാൻ നിന്നോട് രാവിലെ ലൊക്കേഷൻ ചോദിച്ചത് എന്തിനാ? നീ ലൊക്കേഷൻ ചോദിച്ചു എന്നോട് പറഞ്ഞു നീ വരണ്ടെന്ന്. വിഷ്ണു ഞാൻ വണ്ടി കയറുന്നുണ്ട്. നമ്മളൊക്കെ ലൊക്കേഷൻ ചോദിക്കുന്നത്. ലൊക്കേഷൻ ചോദിച്ചു പക്ഷെ വരില്ല, വരുവില്ല, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ സാധാരണ നമ്മൾ എന്തിനാ ലൊക്കേഷൻ ചോദിക്കുന്നത്? അങ്ങോട്ട് വരാനല്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ ഒരാളോട് ലൊക്കേഷൻ ചോദിച്ചിട്ട് എന്തിനാ? ലൊക്കേഷൻ അല്ല ലൊക്കേഷൻ. ലൊക്കേഷൻ ചോദിക്കുന്നത് എന്തിനാ? വരാനാണോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വിഷ്ണു എന്താ പറഞ്ഞേ? അവള് പറഞ്ഞില്ല, ലൊക്കേഷൻ ചോദിച്ചാൽ ചിലപ്പം എന്നാ പറഞ്ഞു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. സർപ്രൈസ് ഞാൻ അഞ്ജുവിന് അഞ്ജു ഞാനിപ്പോ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ അഗൈൻ പോയല്ലോ. സംസാരിക്കും ഒരു ഗ്യാപ്പ്. എനിക്ക് സർപ്രൈസ് തരണെങ്കിലേ എന്നോട് ലൊക്കേഷൻ വെച്ചാണ് നീ എന്നോട് സർപ്രൈസ് തരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ. ഇപ്പൊ നീ നെറ്റിയില്ല ഞാൻ വന്നപ്പോ. എന്ത് ചേട്ടാ നീയല്ല നെറ്റിത്? ഇവിടെ ലൊക്കേഷനിൽ വരുമ്പോ ഞാൻ അവിടെ നിന്ന് പോകുന്നു. എന്റെ നേരത്തെ കഴിഞ്ഞു. ഞാൻ അഞ്ജുവിന് മെസ്സേജ് അയച്ചു. അഞ്ജു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അഗൈൻ പോയല്ലോന്ന്. എന്റെ കുഞ്ഞു വരണ്ട അറിയണ്ട ഏട്ടൻ അല്ലേ? ഇന്നലെ വിളിച്ചപ്പോ ഞാൻ എന്നാ പറഞ്ഞ നിന്നോട്? വരുമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരുമെന്ന്. മറ്റന്നാൾ വരും പറഞ്ഞു. ഞാൻ നീ ഞാൻ കേട്ടോ നീ ലൊക്കേഷൻ ചോദിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചെന്നാ അറിയോ, നീ ലോങ് ആയോണ്ട് നീ വരില്ലാന്ന്. എനിക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ആണെങ്കിലും ഞാൻ വരുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇന്ന് നാളെ എനിക്ക് വെക്കേഷൻ ഹോളിഡേ. മോള് ക്ലാസ് ജോബിൽ കയറി, നല്ല വയസ്സുണ്ട് ഇപ്പോഴും. മറ്റേ വയസ്സില്ലാത്ത 26 ആയില്ലേ? എനിക്ക് സ്റ്റിൽ 20 വയസ്സാ. ചേച്ചി കേക്കണം, നിങ്ങളും കേക്കണം. എനിക്ക് 20 വയസ്സേ ഉള്ളൂ. കണ്ട പ്രായം ചോദിക്കല്ലോ, നല്ല ഏജ് തോന്നിക്കണ്ടല്ലോ. എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചു. 22 വയസ്സ് മാക്സിമം തോന്നി. എടി നീ ക്യാമറ നോക്കി പറ, 22 വയസ്സാണ് നിനക്ക് തോന്നിക്കണേ. എന്നെ കണ്ട 22 വയസ്സ് മാക്സിമം തോന്നിക്കും. അല്ല നിന്റെ ബുദ്ധി കൊണ്ട് ഓക്കെ, നീ ഒരു 18 അല്ലെങ്കിൽ 16 പറഞ്ഞ ഓക്കെ. നിന്നെ കണ്ട നല്ല ഏജ് തോന്നിക്കണ്ട്. സത്യം. നിന്നെയൊക്കെ കെട്ടിച്ചു വിടണേ ഞാൻ എന്ത് ചെയ്യും? ആരെ കൊണ്ട് കെട്ടിക്കുന്ന ആലോചിക്കാം. ഇപ്പൊ മേറ്റം കൂടി കൊടുക്കാൻ പറ്റില്ല. ചെക്കന്മാര് പെട്ടു. 22 വയസ്സായ ഉടനെ കല്യാണം കഴിപ്പിക്കണം എന്ന് എവിടുത്തെ നിയമം ഉള്ളത്? 22 വയസ്സല്ലോ നിനക്ക് ഉള്ളത്. നീ ഫേക്ക് ഐഡി തന്നെ ഞങ്ങളെ പറ്റിക്കല്ലേ? നിങ്ങൾക്ക് സത്യത്തെ എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സുണ്ടെങ്കിൽ എനിക്ക് 25 വയസ്സുണ്ട്. അത് ഞാൻ സമ്മതിക്കാം. ഓക്കെ ഞാൻ സമ്മതിച്ചു. അപ്പൊ എനിക്ക് കല്യാണ പ്രായമായേ. നീ ഏട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കണ്ടോ? ഞാൻ കാര്യം പറയട്ടെ, നീ നിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. അതാ പറഞ്ഞേ, നമ്മള് ജോബ് പോണോടത്ത് കൊറേ പെൺകുട്ടികളുണ്ട്. നല്ല പെൺകുട്ടികളുണ്ട്, പക്ഷെ എല്ലാരും കമ്മിറ്റഡ്. അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവള് കോളേജിൽ പഠിച്ചു, അവിടെ നല്ല പെൺകുട്ടി. നിങ്ങൾക്ക് അറിയാം ഞാൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് എന്നിട്ട് ഏട്ടന് വേണ്ടിട്ട് ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇവനെ റെക്കമെൻഡ് ചെയ്യണോ? അവര് അപ്പൊ ബ്രേക്കപ്പ് ആക്കണോ? എല്ലാരും പ്രേമിക്കുന്നതാ. മിക്കവരും എനിക്കിപ്പോ പറയാൻ വേണ്ട. ഡബിൾ സ്റ്റാൻഡ് അല്ല ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ ഉദ്ദേശം പറയാം. നമുക്ക് ഏട്ടന്റെ കാര്യത്തോട് ശ്രദ്ധയില്ല, ഞാൻ എന്റെ കാര്യത്തിൽ എന്തോ ശ്രദ്ധ കാണിക്കുന്നു. ഒരു കാര്യം പക്ഷെ നമ്മള് പ്രേമിക്കാൻ പറ്റില്ല. ഇപ്പത്തെ ചെക്കന്മാർ ഇന്നെ പോലെ നല്ല ആൾക്കാരെ കിട്ടണേ എനിക്ക് ബുദ്ധിമുട്ടാ മോളെ. വിഷ്ണു പ്രതികരിക്കൂല. സിംഗിൾ ആയിട്ടുണ്ട്. അതെ സ്റ്റിൽ സിംഗിൾ. വി ആർ സിംഗിൾസ്. വി ആർ സിംഗിൾസ്. ഓക്കെ വി ആർ സിഗ്മാസ്. സിഗ്മ അല്ല വേറെ ഒന്നും മുമ്പായിരുന്നു അറിയത്തില്ലേ? അല്ല അതെന്തിനാ നീ എന്നെ പറയണേ? ചുമ്മാ ആൾക്കാരെ ഞാൻ പൂക്കിയാണ്. യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചാട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുങ്ങിയതാ. പിന്നെ പട്ടി വന്നില്ല, മാറി. ഇപ്പൊ നന്നായിട്ട് പോകുന്നില്ല ഞാൻ ഇടപെടാത്തത് കൊണ്ട്. കുഞ്ഞില്ലാതെ
ഞാൻ വിഷമിക്കായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം അവിടെ പറയലുണ്ട് എല്ലാരോടും. ഇന്നലെ എനിക്ക് വീഡിയോ കണ്ടിട്ട് ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വിഷമായി. ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ കണ്ടോ ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി കണ്ടു. വേറൊരു കാര്യം, ഇവള് ഒരു വീഡിയോ കാണാറില്ല, നാറിയ അവള്. ഇവിടെ എന്നോട് പറയും, എന്നും പറയും ഞാൻ ഓഫീസിൽ തിരക്കായിരുന്നു ഏട്ടാ, തിരക്കായിരുന്നു. ഇപ്പൊ വിളിക്കലൊന്നുമില്ല, പണ്ടൊക്കെ ഇന്നും വിളിക്കായിരുന്നു ഏട്ടാ, അതായി ഏട്ടാ, ഇതായി ഏട്ടാ. ഇവിടെ എനിക്ക് നിന്റെ പഠിച്ചൊരു പരിപാടി കഴിഞ്ഞല്ലോ കോളേജ്, എന്തായിരുന്നു സംഭവം? ഫെയർവെല്ലിന് ഗ്രാജുവേഷൻ ഉണ്ടാക്കി പോകും. ഗ്രാജുവേഷൻ കഴിഞ്ഞു. പൊട്ടി ഇല്ല, ഞാൻ ജയിച്ചു. ഡിഗ്രി നീ ജയിച്ചില്ലായിരുന്നു. പറയിപ്പിച്ച് പറയിക്കല്ല, ഞാൻ ജയിച്ചു. എനിക്ക് അങ്ങനെ സ്ഥാനം ഞങ്ങൾ രണ്ടുപേരും ഡിഗ്രി ജയിച്ചതാ. കണ്ടവരും ലുക്കില്ല, കണ്ട മന്ദബുദ്ധി ആണെങ്കിലും പക്ഷെ ഞങ്ങള് രണ്ടുപേരും ഡിഗ്രി ജയിച്ചതാ. എനിക്കിപ്പം നല്ല ജോലിയൊക്കെ കിട്ടി. പക്ഷെ കെട്ടിച്ചു വിടാനുള്ള പരിപാടിയാണ് നടക്കൂല. ഇല്ല, കെട്ടിച്ചു വിടാനുള്ള ഇതൊന്നും ഇപ്പൊ നോക്കുന്നില്ല ഗൈസ്. പിന്നെ നോക്കണേ, കുറച്ചുകൂടി കേറിയിരിക്കും. അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ലേ? അത് നീ വണ്ടി കയറിയത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. പിന്നെയാ എന്റെ കുഞ്ഞുനെ ഞാൻ അങ്ങനെ പറയോ? ഈ മുഖം കണ്ടിട്ടാണ് ഗൈസ് ഇവന് 25 വയസ്സ് തോന്നിക്കുന്നു. 25 വയസ്സൊന്നല്ല പറഞ്ഞ, അതിന് കൂടുതൽ ഞാൻ പറഞ്ഞേ. നീ എന്താ 25 കുറയ്ക്കണേ? ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് എന്റെ പരാക്രമങ്ങൾ കൈ എടുത്തിട്ട് പറ, പരാക്രമങ്ങൾക്ക് മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞേ, പൊട്ടിത്തെറിപ്പ് എന്ന് പറഞ്ഞ ഇതുപോലൊരു പൊട്ടിത്തെറിച്ച പെൺകുട്ടി അത് എങ്ങനെ എന്റെ അനിയത്തിയായി വന്നെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അയ്യോ പറയുന്ന ഇവനെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അഖിൽ വിജയനല്ല, ഇത്രയും ഡീസന്റ് അല്ല ഇവൻ. ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഞാനൊരു ക്ലിപ്പ് ലൈക്ക് ഇവൻ എനിക്ക് ഫോൺ തരുമോന്ന് അറിയില്ലെങ്കിലും എന്റെ ഫോൺ ചോദിച്ചു വാങ്ങിക്കൊണ്ടാണ് ഒരാളെ. പാസ്വേഡ് ഞാൻ ഒരിക്കലും മാറ്റില്ല. നമുക്ക് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും പാസ്വേഡ്. നീ പാസ്വേഡ് ഞാൻ പാസ്വേഡ് മാറ്റില്ല. നീ പറഞ്ഞോ, എനിക്ക് ബുദ്ധിയില്ല, ഓർമ്മയില്ല, എനിക്കറിയാം. എങ്ങനെയോ ഇവക്ക് ആ സ്ഥാപനത്തിൽ ജോലി കിട്ടി. എത്ര മാസം കൊണ്ട് നീ പൂട്ടിക്കാൻ പ്ലാൻ ഇടുന്നത്? ഞാൻ പൂട്ടിക്കത്തില്ല, ഞാൻ അതിനു മുമ്പ് ഇറങ്ങും അല്ലേ? എന്നെ പൂട്ടിക്കാൻ മീൻസ് അതിനുള്ളൊരു ഒരു ഇതെനിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നു. അതെ, ബുദ്ധിയില്ലാത്ത കഴിവേറിയാതെ എനിക്കറിയാം. അതിനുള്ള ഒരു ഇത് എനിക്കില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അഖിൽ വിജയൻ ഈ ക്യാമറയിൽ കാണുന്ന അഖിൽ വിജയൻ അല്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കും അഖിൽ വിജയൻ ഇങ്ങനെയാണെന്ന്, പക്ഷെ അല്ല. ആക്ഷൻ സോങ്ങോ? ആക്ഷൻ സോങ് നിന്റെ ആക്ഷൻ കാണാൻ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ നല്ല കുറച്ച് നല്ല കണ്ടന്റ്സ്. നിങ്ങൾ എന്ത് കണ്ടന്റ് ഇന്ന് പോയിട്ട് നീ എന്ന് വരും? ഇനി യൂട്യൂബ് ചാനലിൽ കണ്ടന്റ്സ് തേങ്ങാ മാങ്ങാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്ത് ടൈപ്പ് കണ്ടന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് കമന്റ് ബിലോ ഗൈസ്. എന്താണ് നിങ്ങളുടെ എന്ത് കണ്ടന്റ്സ് ആണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തായാലും കണ്ടന്റ്സ് ചെയ്യാൻ അല്ല, നീ പറഞ്ഞേ പറയണ്ടേ, ഏട്ടനും പറയണ്ടേ? നല്ല ആൾക്കാരിൽ എത്തുള്ളത്. നീ പറയുമ്പോ ആൾക്കാർ ബുദ്ധിയില്ലാത്തൊരു കുട്ടി പറയുന്നു എന്ന് വിചാരിക്കുള്ളൂ. ഞാൻ പറയുമ്പോ ഓക്കെ, ആൾക്കാർക്ക് മനസ്സിലാവും, സീരിയസ് ആയിട്ട് പറയും, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. സീരിയസ്ലി ഇപ്പൊ ഞങ്ങൾ എവിടെയാണെന്നറിയോ? ഇപ്പൊ നമ്മള് ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഏട്ടന്റെ സാമ്രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെ അടിച്ചു വാരാനുണ്ട്, തുണി അടുക്കി വെക്കാനുണ്ട്. ഇവനൊരു നിങ്ങൾക്കൊരു കാര്യം അറിയണോ? ഇവന്റെ അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. രാത്രിയിൽ എല്ലാ ദിവസവും ഈ വാഷിംഗ് മെഷീനിൽ തുണി മീൻസ് അലക്കാനിടും. മോളെ വാഷിംഗ് മെഷീനിൽ തുണിയുണ്ട്, അല്ലാതെ പാത്രങ്ങളുണ്ട് അലക്കി വെക്കുന്ന സാധനമല്ല. അത് വാഷിംഗ് മെഷീനിൽ അലക്കാനിടും. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കും, ഇവൻ എന്താ കാണിക്കുന്നേ? അത് തീരുന്ന വരെ അവൻ ആ ചുറ്റും പറ്റി ഒരു 2-3 മീറ്റർ മാറി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തിട്ട് അത് ഓൺ ആവുന്നുണ്ടോ, വർക്ക് ആവുന്നുണ്ടോ, എന്നിട്ട് ആ തുണി വാഷ് ചെയ്ത് തീരുന്നവരെ അവിടെ കുത്തി ഇങ്ങനെ നിൽക്കും. അതൊരു പ്രത്യേക കഴിവാണ്. എനിക്കത് ഓൺ ചെയ്തിട്ടുള്ള സാവകാശം പോലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പോയിട്ട് ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞായിരിക്കും പിന്നെ വന്നു. ഇവരിങ്ങനെ 30 മിനിറ്റ് ഇങ്ങനെ നോക്കി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷിംഗ് മെഷീനിൽ പോയി നോക്കും. എന്നെ ചെറുപ്പത്തിലുള്ള സംഭവം. എനിക്ക് ചെറുപ്പത്തിൽ വാഷിംഗ് മെഷീൻ പേടിയായിരുന്നു. ഇങ്ങനെ കറങ്ങുമ്പോഴേ, ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോഴേ നമ്മളൊക്കെ പിടിച്ചതിലേക്ക് ചെറിയ കുട്ടിയാകുമ്പോ കേട്ടോ, ചെറിയ കുട്ടിയാകുമ്പോ 30 വർഷം മുമ്പ് അങ്ങനെ സമാധാനിക്കട്ടെ. അവർക്ക് നല്ല വയസ്സുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര വിഷമം. എനിക്ക് 21 വയസ്സ്. അപ്പം ഞാന് എനിക്ക് നവംബറിൽ 21 വയസ്സാവത്തുള്ളൂ. എടി കള്ളി, 2004 ആണ് ഞാൻ. 2004 ആണ് അവള്. അതിവിടെ പ്രസക്തി ഇല്ല. എന്റെ വയസ്സ് ഇവിടുത്തെ പ്രസക്തി ഇല്ല. ഇവിടെ ഒരു പ്രസക്തി ഇല്ല. 25 വയസ്സ് കഴിഞ്ഞ എല്ലാരും 26 ആയില്ലേ? നല്ല പ്രായമുണ്ട് ഗൈസ്, നല്ല പ്രായം. പക്ഷെ എന്നെ കണ്ട ഒരു 30 പറയും. ഞാൻ അക്സെപ്റ്റ് ചെയ്ത സാധന, നീ അതുപോലെ അക്സെപ്റ്റ് ചെയ്യും. എന്നെ കണ്ട വിഷ്ണു ചേട്ടാ, നിങ്ങൾ പറ, എന്നെ കണ്ട എത്ര അവിടെ ചോദിച്ചു ഒന്ന് പറ, എത്ര വയസ്സ് ചോദിക്കും?
എത്ര ബുദ്ധി കൊണ്ടല്ലേ? ബുദ്ധി കൊണ്ടല്ലേ? നമ്മളെല്ലാരും ഓറഞ്ച് ആണല്ലോ. ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് 16 വയസ്സ്. 3 പേരും ഓറഞ്ച്. ഇതെന്ത് കോയിൻസിഡൻസ് ആണോ? ഓ കോയിൻസിഡൻസ് ആണോ? ഇത് അനിയത്തിയുടെ അഭിനയം ഇടയ്ക്ക്. അല്ല, ഞാൻ പറഞ്ഞിട്ടാണോ ഓറഞ്ച് ഇട്ട? അല്ലല്ലോ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടാണ്. അല്ലല്ലോ. അപ്പൊ കോയിൻസിഡൻസ് അല്ല. അപ്പൊ കോയിൻസിഡൻസ് അല്ലേ? പറയണേ, പറ. ഇനി മതി, ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു ഗൈസ്. ബൈ, സീ യു. ഇവക്ക് എന്നെ അറിയോ? ഇവക്ക് എന്നെ തല്ലാനാണ്. ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ വ്ലോഗിന് അവിടെ എത്ര എത്തിയില്ലെങ്കിൽ ഇവളെന്നെ നിനക്ക് പറയാൻ നാണമില്ല. ആരാ എന്നെ തല്ലുന്നേ? അതൊന്ന് പറഞ്ഞേ. നീ എന്നെ തല്ലാറില്ല. നീ എന്നെ തിരിച്ച് 10 എണ്ണം തരാറില്ല. 10 എണ്ണം തരാറുണ്ട്, പക്ഷെ നീ എന്നെ തല്ലാറില്ല. കൊടുക്കുമ്പോ തിരിച്ച് 10 എണ്ണം എനിക്ക് തരാറുണ്ട്. ഏട്ടന്റെ സ്നേഹം അങ്ങനെ ഏട്ടൻ പ്രകടിപ്പിക്കുന്നത്. അടിച്ചാണോ നിങ്ങളൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വേദനിപ്പിക്കുള്ളൂ. അത് ശരിയാ. എനിക്കും അതെ. ഈ വ്ലോഗ് തീരുമ്പോ നിങ്ങൾ എനിക്ക് തിരിച്ചു തരും ഗൈസ്. ഞാൻ ഇപ്പം ഒന്നും അനക്കത്തില്ല. തിരിച്ച് ഇവൻ തിരിച്ച് വണ്ടി ഓർഡർ കണ്ടേ. അതിന് നീയല്ലല്ലോ വണ്ടി ഓടിക്കുന്നേ. നീയല്ലല്ലോ വണ്ടി. വിഷ്ണുചേട്ടനെ ഞാൻ ഉപദ്രവിക്കത്തില്ല. വിഷ്ണുചേട്ടൻ ഒരു പാവാ. പക്ഷെ ഇവൻ എന്നെ തിരിച്ചു തരും. വിഷ്ണുചേട്ടൻ എനിക്ക് തിരിച്ചു തരത്തില്ല. അതാണ് ഞാൻ സ്നേഹം കൊണ്ടാ കുഞ്ഞോതലാണ് എന്നെ. ശരിക്കും ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇതുപോലത്തെ ഒരു കുരിപ്പ് വീട്ടിലുണ്ടായാൽ മതി, അവിടെ സമാധാനം പോകും അല്ലെ കുഞ്ഞോ? ഇല്ലടാ, അവിടെ ഞാൻ കാണട്ടെ. വീട്ടിൽ ചത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണോ അതോ ബഹളം വെച്ച് നടക്കുന്നതാണോ? എനിക്ക് ബഹളം വെച്ച് നടക്കുന്നത്. അതെനിക്ക് നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ എന്റെ സൂപ്പർ കൺമണി ഫാമിലിയിൽ ഇപ്പൊ ഏറ്റവും മിസ് ചെയ്യുന്നത് ഇവിടെ. സീരിയസ്ലി. എന്നിട്ട് ഞാൻ വന്നപ്പോ ഇവൻ പോകുന്നു ഗൈസ്. മനസ്സിലായി? മൊണ്ണ നീ ആരെ കൂടെയുള്ളത്? എന്റെ കൂടെ ഉള്ളത്. അതെ, പക്ഷെ നീ ഒരു 10 മിനിറ്റ് മുമ്പ് വരണമായിരുന്നു. എന്താന്ന് ഞങ്ങളിപ്പോ പറയില്ല, ഒരു സർപ്രൈസ് ആണ്. അത് നീ പറയരുത്. അവൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചു വന്നത്. അതെ, എന്റെ കുഞ്ഞുവിനെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു. എടി, ഏട്ടന് സ്നേഹത്തെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? അറിയോ അറിയോ? എന്നിട്ട് ഏട്ടൻ പറഞ്ഞിട്ട് കൊണ്ടു വന്നിട്ട് നീ എന്നെ ഞാൻ എന്നിട്ട് ക്വിക്ക് റൈഡിലാണ് ഗൈസ് വന്നത്. ക്വിക്ക് റൈഡ് മോളെ. ക്വിക്ക് റൈഡ് ഏറ്റവും ഫാസ്റ്റിൽ എത്തിക്കാന്ന്. നീ ഇത്ര വൈകി എന്തിനാ? ക്വിക്ക് റൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെയല്ലേ ഞാൻ വരുന്നേ. എവിടെ കൂടെ? എന്നിട്ട് ഞങ്ങൾ മിണ്ടിയില്ല, വണ്ടിയിലൊന്നും മിണ്ടിയില്ല. എനിക്ക് അങ്ങ് സഫോക്കേഷൻ ആയി പോയി. ആരും ഇതാണ് ഇവിടെ സോ മനസ്സിലല്ലേ. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വിടാത്തിന്റെ പ്രശ്നം ഇതാ. ഏതെങ്കിലും വണ്ടി കയറി ആൾക്കാരെ കണ്ടവർക്ക് അപ്പൊ സംസാരിക്കണം. പക്ഷെ ആരും മിണ്ടുന്നില്ല. എല്ലാരും ജോലി കഴിഞ്ഞിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോയി മിണ്ടുന്നതെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല സാധാരണ, പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു. അപ്പൊ അവര് അതുകൊണ്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടാവല്ലോ ആൾക്കാർ. ഇതിന്റെ സ്വഭാവമൊക്കെ നിൽച്ചിട്ടുണ്ടാവേ ഇങ്ങനെ വെറുപ്പിക്കണോണ്ട്. ആർക്കും എന്നെ സ്വഭാവം അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നീ അവിടെ ഡീസന്റ് ആയോ? ഞാൻ അവിടെ ഫുൾ ഡീസന്റ് ആണ്. കുറച്ചു പേർക്ക് എന്നെ സ്വഭാവം അറിയത്തുള്ളൂ. അതിന്റെ കുഞ്ഞു അവിടെ ഡീസന്റ് ആയ. ഞങ്ങൾ 16-ാം തീയതി ട്രിപ്പ് പോകണ്ട്. നീ വരണ്ടോ ഞങ്ങളെ കൂടെ? എനിക്ക് ജോലി 2 ദിവസം ലീവ് എടുക്ക്. ഒരു 2 ദിവസം ലീവ് എടുക്കും കുഞ്ഞു. വാ, എല്ലാരും ഉണ്ട്, നമ്മളെല്ലാരും പോകും. എന്നോട് പ്രഭു പറഞ്ഞായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനെ വിളിച്ചിരുന്നേ, നീ അന്ന് ഫോൺ എടുത്തില്ലായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചില്ലേ? അപ്പൊ ഞാൻ മറന്നു. അല്ല, അപ്പൊ ഞാൻ മറന്നുപോയി. അവിടെയാണോ? യെസ്. അപ്പൊ കുഞ്ഞു വരില്ലേ? ട്രിപ്പ് ഓൺ ഉറപ്പാണ്. എന്റെ ഓണത്ര ഒരു ദിവസം എനിക്ക് വർക്ക് ഫ്രം ഹോം ഉണ്ട്. നീ അത് അവിടെ എടുത്തോ. ഏട്ടൻ ചെയ്തതിന് വർക്ക് കണക്ക് വിളിക്കണ്ടല്ലോ. മോഡൽ വേണ്ട, ഒരാള്. ഓക്കെ, മോഡലൊക്കെ നല്ല രസമുള്ള. ഈ മോഡൽസിന് കണ്ടിട്ടുണ്ടോ? ഈ സ്പെല്ലിംഗ് അറിയാണോ? MODEL. ഏടി കൊള്ളി സ്പെല്ലിംഗ് ഒക്കെ ഞാൻ പറയില്ല. എന്നെ നാണം കെടുത്തല കുഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ നാണം കെടുത്തണ? ഇത് തെറ്റിപ്പോയാലും പറയുന്നത്. നീ ചോദിക്കുന്നൊക്കെ വൃത്തിയുടെ ചോദ്യോ? നീ ആൻഡ് യു ആർ അതിനൊക്കെ സ്പെല്ലിംഗ് ചോദിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ അറിയൂലേ? വെറുതെ എന്തിനാ ഏട്ടനൊക്കെ നാണം കെടുത്തണേ? നിങ്ങള് പറ. ഞാനിപ്പം വന്നു, ഇവര് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോട് തിരിച്ചു ചോദ്യം ചോദിക്കണ്ടേ? അതല്ലേ അതിന്റെ ശരി. നീ എന്തിനോ ഇനി ഇവിടെ കിടന്ന് അഭ്യാസം പറയാൻ. ഇനി ഞങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം. അപ്പൊ ഇതൊക്കെ എന്നെ തല്ലാനാണ് ഗൈസ് എന്നെ കട്ട് ചെയ്യണേ. അല്ലെങ്കിലും ഞാൻ തല്ലിയല്ലോ.
അപ്പൊ ഞാൻ തിരിച്ചു തരട്ടെ കട്ട് ചെയ്തിട്ട്. അങ്ങനെയല്ല ഗൈസ്, അപ്പൊ നമുക്ക് സംസാരിക്കാം. അപ്പം അതെ, ഇനി 13 മിനിറ്റ്സ് ആയി, ഇനി വ്ലോഗ് ഭയങ്കര ലെന്തി ആവും. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈം എന്റെ ചേട്ടനെ വിഷുച്ചേട്ടനെ ഒക്കെ കണ്ടിരിക്കുവാണ്. അപ്പൊ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇന്നലെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടാ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ. ജോലിയൊക്കെ 5 മണി ശരിക്കും ഞാൻ മിസ് ചെയ്തു, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ചേട്ടൻ എന്താ വാങ്ങിച്ചിട്ടുണ്ട്? അതെ, ചേട്ടൻ എന്താ വാങ്ങിച്ചോണ്ടോന്ന്? ഞാനുണ്ടല്ലോ ജോലിന്നാ വന്നത്. ലാപ്ടോപ്പ് ഉണ്ട്, വേണോ? ഞങ്ങളവിടെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് വേണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ കുഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ലാപ്ടോപ്പ് ഇതാ. ലാപ്ടോപ്പ് ഇവിടെ എനിക്ക് എന്റെ പിറന്നാളായിട്ട് വിളിക്ക് വാങ്ങി തന്നെ ഒരു ബർമൂഡ. പിന്നെ നീ ഒരു ബോക്സർ എനിക്ക് വാങ്ങി തന്നെ. പിന്നെ നീ എന്തോ എനിക്ക് വാങ്ങി തന്നെ? ചെരുപ്പും ഒരു ബോക്സർ അല്ല വാങ്ങി തന്നെ. ബോക്സർ അല്ലല്ലോ, പിന്നെ ഒരു ടീഷർട്ട്. അത് വേറെ. അത് കഴിഞ്ഞിട്ട് ഒരു ബോക്സർ വാങ്ങി തന്നായിരുന്നല്ലോ. ഗൈസ്, അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് എന്റെ. അതൊന്നുമല്ല, എന്റെ ബോക്സറൊക്കെ അടിച്ചുകൊണ്ടത് ഈ പട്ടിയാ. ഒരു മുണ്ട് ഞാൻ എടുത്തായിരുന്നു. എന്റെ മുണ്ട്, എന്റെ ട്രൗസർ, എല്ലാ ദിവസം മുണ്ട് എടുത്തോണ്ടാ നടക്കുന്നേ, അതറിയോ? ശരിക്കും എനിക്ക് ഭയങ്കര. നിങ്ങളിപ്പം വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് മുണ്ട് എടുത്തു. ഞാൻ നാട്ടും പുറത്തുള്ള ആളാണ്. ഞാൻ ഫുൾ ടൈം നാട്ടിൽ ഫുൾ മുണ്ട്. ഞാനും നാട്ടും പുറത്തുള്ള ആളാ. നീ നീ കാട്ടും പുറത്തുള്ള ആളാ. ഏതോ കാട്ടില എന്റെ കുഞ്ഞു. അല്ല ഗൈസ്, ഞാൻ നാട്ടുംപുറത്ത്, ഞാൻ പക്കാ നാട്ടുംപുറത്തൊന്നും വന്നാ. ഞാൻ കൊച്ചി വന്നിട്ട് ഒരു 3 വർഷമായെന്ന് തോന്നുന്നു. അതിനുശേഷം കൈയൊക്കെ ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങിയത്. 3 വർഷമായി ഞാനിപ്പോ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് വന്നിട്ട്. ഭയങ്കര എനിക്ക് എന്റെ ഈ പ്ലേസ് ഇച്ചിരി കൂടെ ഇഷ്ടം. കൊച്ചി ഇച്ചിരി കൂടെ ഇഷ്ടമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ കൊച്ചിനെക്കാട്ടി ഇഷ്ടം എനിക്ക് എന്റെ നാടോ. എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന റെഡി. ഇപ്പൊ നല്ല മഴയുണ്ട്, അവിടെ കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ടോ. ഞങ്ങൾ ചെക്കന്മാരൊക്കെ കൂടി അവിടെ ഒരു നല്ല ക്ലിയർ വെള്ളം ഉണ്ടാവുക. പെട്ടെന്ന് കാണാൻ ഒരു ബ്ലൂ അങ്ങനത്തെ ഒരു വെള്ളം ഉണ്ടാവും. പിന്നെ എനിക്ക് അവിടെ കുളിക്കാത്തതിന്റെ ഒരു ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ, മഴയൊക്കെ പെയ്ത് അവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ കുളത്ത് പോയി കുളിക്കുക, മഴ നനഞ്ഞ് ബൈക്കിൽ പോവുക, ഒരു ഫീലാ. അന്ന് ഇവിടെ മഴ കഴിഞ്ഞ് ബൈക്ക് പോകാൻ പറ്റില്ലേ? ടാർപ്പായ കെട്ടി വരും ആരെങ്കിലും. നടുറോട്ടിലാണ് സൈഡിൽ കൂടെ കുളോ? തോടോ? കുളം മീൻസ് പോണ്ട് മോളെ, പോണ്ട്. ഒരു റൗണ്ടിലൊക്കെ ഉണ്ടാവും, റൗണ്ടിൽ ചതുരത്തിലൊക്കെ ഉണ്ടാവും. പറഞ്ഞു കൊടുക്കണേ മീനച്ചിലാറ്. എന്റെ കുഞ്ഞിനെ അറിയാം കേട്ടോ. സൈഡിൽ റോഡിന്റെ സൈഡിലുണ്ടാവും. ഇവിടെ നാട്ടിൽ പോയാൽ മതി. റോഡിന്റെ നടുവിലൊക്കെ കുളം കുഴിച്ചു വെക്കും. അല്ല, എവിടെ നാട് എവിടെയാ? കുഞ്ഞു നാട് എവിടെ? കുഞ്ഞു കോട്ടയത്താണോ? നടുവിലൊക്കെ മറ്റേ കുളം കുഴിച്ചേക്കണേ. പിന്നെ അവിടുന്ന് പാലുണ്ടാവുക. അവിടെയാണോ നടുവിൽ കുളം? ആലപ്പുഴയിൽ കുളമൊക്കെ ഉണ്ട്. അവിടെയാണ്. അവിടെ റോഡിന്റെ സൈഡിലാ ചെറിയ കുളം. ഓക്കെ. അവിടെ നടുവിൽ കുളത്തിന്റെ മുകളിൽ കൂടെ എങ്ങനെയാ പാലം പണിതിട്ടാണോ വണ്ടി? പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് വീഡിയോയില് അച്ഛന എന്തായാലും അയച്ചു കൊടുക്കും. ഞാൻ എന്തായാലും അയച്ചു കൊടുക്കും കേട്ടോ. എന്റെ കുഞ്ഞു ഇന്നേമാതിരി കുഞ്ഞൊരു തെറി പറഞ്ഞു ഗൈസ്. അത് പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല. ഇവള് എന്തോ ഫ്രസ്ട്രേഷനിൽ തെറി പറഞ്ഞു. ഞാൻ തെറ്റി ഇവളോട്. കാരണം എന്റെ അച്ഛൻ കാണേണ്ടത്. അച്ഛൻ കാണുമ്പോ എല്ലാരും അറിയണം. എന്റെ കുഞ്ഞിന്റെ ഞാൻ കട്ടില്ല. എന്റെ കുഞ്ഞുവിന്റെ യഥാർത്ഥ മുഖം കാണണം. ഞാൻ തലേ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ കുഞ്ഞു ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ കൊണ്ട് നടന്ന തലേ വെച്ച കുഞ്ഞു പേനരിക്കും, തറയെ വെച്ച കുഞ്ഞു ഉറുമ്പരിക്കുന്ന കൊണ്ട് നടന്നതിന്റെ പെങ്ങളാ. അങ്ങനെയല്ല, വിജയൻ ചേട്ടൻ വരും, അവിടെ വന്ന് കാണും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനല്ല പറഞ്ഞു, നീയല്ല പറഞ്ഞത്. വിജയൻ ചേട്ടൻ വന്ന് മീൻസ് എക്സ്പ്ലോർ കണ്ടോ? എന്റെ ഏട്ടൻ വിളിക്കുന്നത്, അച്ഛൻ പോലല്ല വിളിക്കുന്നത്. റെസ്പെക്ട് ഇല്ല അവക്ക്. വിജയൻ ചേട്ടൻ, ഞാൻ നിന്റെ അച്ഛനൊക്കെ എങ്ങനെ അച്ഛാന്ന് നീ വിളിച്ചോ? എനിക്ക് എന്റെ അങ്ങനെയല്ല. നമ്മൾ അച്ഛന്മാരെ ഒരച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പാടില്ല. ഒരച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റില്ലെന്ന് വീടായി പോയി. ഞാൻ വേറെ പറഞ്ഞോ കുഞ്ഞു. നമ്മളെ പാലായിക്ക് പോയപ്പോ നിന്റെ അമ്മേനെ എന്താ വിളിച്ചത്? അമ്മേന്നല്ലേ വിളിച്ചത്? അല്ല, ആന്റീന്നല്ലേ എന്താ വിളിച്ചത്? ആണോ? ഇവക്ക് ഞാൻ പറഞ്ഞത് ട്രിപ്പിൾ പേഴ്സണാലിറ്റിയാ. ഒന്നും കണ്ടൊന്നുമില്ല. ഞാൻ നിന്റെ അമ്മേനാണ് വിളിക്കാറ്. എനിക്ക് അച്ഛാന്ന് വിളിച്ചാൽ കുഴപ്പമുള്ളൂ. അപ്പൊ എന്റെ അമ്മയില്ല, എനിക്ക് അമ്മേനെ വിളിക്കാനുള്ളൂ. നീ പള്ളിക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്ത് വിളിക്കും? അമ്മാവെന്ന് വിളിക്കോ? പള്ളി അച്ഛൻ നീ എന്താ വിളിക്കല്? അങ്ങനെ
അച്ഛാന്ന് വിളിക്കുന്നേ. എന്തിയെ അതെന്താ വിളിക്കണ? എന്താ കുഴപ്പം? എന്താ ഞാൻ നിന്റെ അമ്മേനെ അമ്മാന്ന് വിളിക്കുന്നത്? I quit. Bye. എനിക്ക് മതി. അമ്മയാന്ന് വിളിക്കാം, പക്ഷെ അച്ഛാന്ന് വിളിക്കാൻ പറ്റില്ല. എന്ത് വർത്താനാടോ? മോശമായി പോയി കുഞ്ഞു. എന്നാലും എനിക്ക് നല്ല ഫീൽ ആയത്. എന്ത്? എനിക്ക് KFC വാങ്ങിച്ചു തരുമോ? അങ്ങനെ വെച്ചാൽ വിഷമം മാറും. പക്ഷെ അത് അച്ഛനെ പേഴ്സണലി സെൻഡ് ചെയ്ത് കൊടുക്കും. കുഞ്ഞു നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. വിജയൻ ചേട്ടൻ വരാനല്ലേ ഞാൻ പറഞ്ഞേ. നിന്റെ ടോൺ അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ വിജയൻ ചേട്ടൻ നല്ല സൗമ്യതയോടെ നീ വിളിക്കണേ. നേരത്തെ നീ അങ്ങനെയല്ല വിചാരിച്ചത്. നീ അങ്ങനെയല്ല വിചാരിച്ചത്. സ്നേഹമുള്ള കുട്ടിയാ ഞാൻ. സ്നേഹമുള്ള കുട്ടിയാ ഞാൻ. കുട്ടി തന്നെയല്ലേ ഈ പറഞ്ഞേ? കുട്ടി 20 വയസ്സായവരെ പിന്നെ എന്താ പറയുന്ന തള്ളച്ചിന്നോ? നിങ്ങളെ അന്നെ കണ്ട തളച്ചി ലുക്ക് ഉണ്ടല്ലോ. പിന്നെ എന്താ പറയണ്ടേ? ഇതാണ്ടോ രണ്ടാളും കണ്ടതിൽ അത് കണക്കാ ഏജ് തോന്നിക്കണേ. സത്യം എല്ലാം ഒളുങ്ങ തന്നെ ചേച്ചി. വലിയ രസമൊന്നുമില്ല. പക്ഷെ എന്റെ കുഞ്ഞ് ഭയങ്കര രസാട്ടോ കാണാൻ. എനിക്ക് ഇമോഷണലി ഇവൻ തകർക്കുവാ. ഇമോഷണലി? അപ്പൊ ഇമോഷണലി നേരത്തെ നീ എന്നെ ഇമോഷണലി തകർത്തതോ? അച്ഛന്റെ പേരും പറഞ്ഞിട്ട്. അത് എഡിറ്റ് ചെയ്യണം പ്ലീസ്. ഞാൻ ഇടും. വിജയൻ ചേട്ടാന്ന് പറഞ്ഞു. നീ അച്ഛാന്ന് വിളിച്ച റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളെ നീ അങ്ങനെ മോശമായി ഇപ്പൊ കുഞ്ഞു. നീ പക്ഷെ നിന്റെ ടോൺ വേറെ ആയിരുന്നു അത്. അപ്പൊ ബൈ ഗൈസ്. ഇവിടെ അതിക്രമിക്കുന്നു. ഞാൻ എന്തായാലും ഈ വ്ളോഗ് ഇടും. പിന്നെ ഞങ്ങൾ ഇനി കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനും കുഞ്ഞൊക്കെ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരുമ്പോഴേ ആദ്യം ജോലി നീ ഇറക്കട്ടെ. അത് ഉടനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. എന്റെ ഈ സ്വഭാവം ഇറങ്ങിയാൽ മുട്ടിങ്കാൽ ഞാൻ തല്ലുപിടിക്കും. മര്യാദ പണിക്ക് സ്വഭാവം വെച്ചിട്ട് ഞാൻ ഉടനെ അധികം നാളൊന്നും നിക്കാൻ ഒരു ചാൻസ് കുറവാണ് ഗൈസ്. ഞാൻ ഉടനെ ഇറങ്ങി വരും. എന്നിട്ട് ബാക്ക് ടു മൈ നോർമൽ ലൈഫ്. അങ്ങനെയാണ് എന്റെ ഇനി തൊട്ട് എന്റെ ലൈഫ് അങ്ങനെയായിരിക്കും. ഇപ്പൊ നോർമൽ അല്ലല്ലോ. നമുക്ക് നോർമൽ ആയിട്ട് എന്തെങ്കിലും തോന്നി ഇത്ര നേരം സംസാരിച്ചിട്ടുള്ളു? അബ്നോർമൽ. ഷീസ് അബ്നോർമൽ കേട്ടോ. എല്ലാരും ഉപദ്രവിക്കവള്. എന്റെ അനിയത്തിയാന്ന് പറയാൻ എനിക്ക് ലജ്ജാവഹമാവുന്നു. കുഞ്ഞു നീ കേട്ടോ? നീ കേട്ടോ? എനിക്ക് നീ എന്റെ അനിയത്തിയാന്ന് പറഞ്ഞ ലജ്ജാവുന്നു. ലജ്ജാവഹം. എന്താണ് ലജ്ജാവഹം? എന്ത് ലജ്ജാവഹം? മലയാളത്തില് ലജ്ജാവഹം. ഞാൻ നിന്നോളെ പറഞ്ഞേ. അപ്പൊ ശരി ബൈ. ഇല്ല ഇവൻ എന്റെ ചേട്ടനാ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേട്ടനാ. കുഞ്ഞു ബൈ. വളരെയധികം സന്തോഷത്തിലാണ് ഈ കുറിപ്പിനെ കുറെ നാൾക്ക് ശേഷം എന്റെ കുഞ്ഞൂനെ ഞാൻ കണ്ടു. ബൈ. ഞങ്ങള് ശരിയാ. ഇനി ഞങ്ങൾ കുറച്ച് അടിയും പിടിയും ബഹളം ഒക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് മിക്കവാറും ഇങ്ങനെയൊക്കെയാവും നാളെ വരിക. എന്റെ കാര്യം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ ഇവരെങ്ങനെയാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അതിന്റെ 100 ഇരട്ടിയാണ് ഗൈസ് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. 100 ഇരട്ടി. 1 ഉം 2 ഉം അല്ല, 100 ഇരട്ടി. ഓക്കെ ബൈ ഗൈസ്.